നമ്മൾ ആദ്യം പോകുന്നത് മലപ്പുറം കാളികാവിലേക്കാണ്. അവിടെ കടുവാ ദൗത്യം തുടരുന്നതിനിടെ ഏകോപന ചുമതലയുള്ള DFOയ്ക്ക് സ്ഥലം മാറ്റം. നിലമ്പൂർ സൗത്ത് DFO ജി ധനിക് ലാലിനെയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയത്. സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള നീക്കം എന്നാണ് ആക്ഷേപം. കടുവാ ദൗത്യത്തെ ബാധിക്കുമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ തുറന്നടിച്ചു. അതേസമയം വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമം 3-ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് ദൗത്യം ഏകോപിപ്പിക്കുന്ന DFOയ്ക്ക് സ്ഥലം മാറ്റം. വനംവകുപ്പിന് ഉള്ളിൽ തന്നെ ഈ സ്ഥലം മാറ്റത്തെ സംബന്ധിച്ച് അമർഷം കടുക്കുകയാണ്. ഇതിൽ വനം മന്ത്രിയുടെ വാക്കുകൾ ആദ്യം കേൾക്കാം. DFOമാരെ മാറ്റേണ്ട സമയത്ത് മാറ്റും, ചില ഘട്ടങ്ങളിൽ മാറ്റേണ്ടി വരും, പിന്നെ ഡ്യൂട്ടിയുടെ ഭാഗമായി മാറ്റേണ്ടി വരും. അവർക്ക് തലസ്ഥാനത്ത് ഹെഡ്ക്വാർട്ടറിൽ അവർക്ക് ഡ്യൂട്ടി കൊടുക്കേണ്ടതുകൊണ്ട് അവരെ മാറ്റി, അത്രയേ ഉള്ളൂ. ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് അവിടെ ഓപ്പറേഷൻ നടക്കുന്നത്. അതിന് ഈ ട്രാൻസ്ഫർ യാതൊരു തരത്തിലും ബാധകമാവില്ല. അതായത് കാളികാവ് മേഖലയിൽ കടുവയുണ്ട് എന്ന് രേഖാമൂലം തന്നെ പരാതി ലഭിച്ചിട്ടും വേണ്ട നടപടി എടുത്തില്ല എന്നുള്ളതാണ് DFOയ്ക്കെതിരെയുള്ള ആരോപണം. എന്നാൽ ഇവിടെ കടുവയുടെ സാന്നിധ്യമുണ്ടെന്നും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കൂടുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് 2 തവണ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് DFO ധനിക് ലാൽ കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതിന് ഒരു മറുപടിയും തിരിച്ചു ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടി എന്ന ആക്ഷേപം സേനയ്ക്കുള്ളിൽ തന്നെ കടുക്കുകയാണ്. കാളികാവ് ദൗത്യത്തെ ബാധിക്കുമെന്ന് തുറന്നടിച്ച് ഡോക്ടർ അരുൺ സക്കറിയ. ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പുള്ളിയാണല്ലോ അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളിയാണല്ലോ. ഇതിനൊരു സെറ്റ് ബാക്ക് ഉണ്ട്, കുഴപ്പമുണ്ട്. അല്ല, അതെനിക്കറിയില്ല, അത് ഗവൺമെൻറ് തീരുമാനമല്ലേ, ഡിസിഷൻസ് അല്ലേ. പക്ഷെ നമ്മളൊരു ഓപ്പറേഷൻ, അത് ഒരു ചെറിയൊരു ഹീസ് ലീഡിങ് ദാറ്റ്. ACF K രാഗേഷിനാണ് പകരം നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ ചുമതല. കടുവാ ദൗത്യത്തിന് നാഥനില്ലാതെയാകരുതെന്ന് AP അനിൽകുമാർ MLA പ്രതികരിച്ചു. ആ 2 മാസത്തിനിടയിൽ തന്നെ നിർഭാഗ്യകരമായ കാര്യം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ വീഴ്ച വന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ആ വീഴ്ച വന്നത് അത് അംഗീകരിച്ചേ പറ്റൂ. അത് ആരെയും മേലെ ചുമലിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇനി എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക, ഇനി ഇത്തരത്തിലുള്ളൊരു ദുരന്തം ഇല്ലാതിരിക്കുക, മനുഷ്യജീവന് അപകടം പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക, അതിനു വേണ്ടിയുള്ള അടിയന്തര ഇടപെടലാണ് വേണ്ടത്. അതേസമയം വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞത് തിരച്ചിലിന് പ്രതീക്ഷയായി. ഗഫൂറിനെ കടുവ പിടിച്ച സ്ഥലത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് ഈ ചിത്രം പതിഞ്ഞത്. ഡ്രോൺ പരിശോധന ഇന്നും നടന്നു. കടുവയുള്ള സ്ഥലം കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ഇനിയുള്ള വെല്ലുവിളി. അങ്ങനെ കണ്ടെത്തിയാൽ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള സംഘം സജ്ജമാണ്. 2 സ്ഥലത്ത് കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. CCF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കാളികാവിൽ ക്യാമ്പ് ചെയ്യുന്നു. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സാധാരണ തൊഴിലാളികൾ. ഒരു മനുഷ്യന്റെ ജീവൻ പോയപ്പോൾ വന്നു. ഞങ്ങൾക്ക് ഇപ്പം മലയെ കൂടെ പണിക്ക് പോകണല്ലോ. ഞങ്ങൾക്ക് അതിനെ കൊല്ലണം, കൊന്നുങ്ങൾ ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകാൻ ഇന്ന് കാളികാവിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. അടിക്കാടുകൾ എത്രയും വേഗം വെട്ടാനും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു വശത്ത് കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നു. മറുവശത്ത് ഇതെല്ലാം ഏകോപിപ്പിക്കുന്ന DFOയ്ക്ക് സ്ഥലം മാറ്റവും. ഈ ദൗത്യം കഴിയുന്നതുവരെയെങ്കിലും കാത്തിരുന്നൂടെ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. കടുവയുടെ സാന്നിധ്യം സ്ഥലത്ത് സ്ഥിരീകരിച്ചതോടെ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകവുമാണ്. അർഷക്കിനൊപ്പം വിപിൻ C വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. കടുവയെ എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നത് പോലെ തന്നെ YouTube കമന്റുകളിലും അത്തരം ഒരു ആവശ്യം ഇപ്പോൾ നിറയുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മുതലപ്പുഴയിലേക്കാണ്. മുതലപ്പുഴയിലെ മണൽ നീക്ക പ്രതിസന്ധിയിൽ താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ് ഇന്നത്തെ ചർച്ചയിൽ. ഡ്രഡ്ജിങ്ങിന് തടസ്സമുണ്ടാക്കുന്ന യാതൊരു ഇടപെടലും ഉണ്ടാകില്ല എന്ന് സമരസമിതി അറിയിച്ചതോടെ നാളെ ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചേക്കും. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി മത്സ്യത്തൊഴിലാളികളുടെ ദുരിതകാലത്തിനാണ് അവസാനമാവുക. ഈ പൊഴി കടന്ന വള്ളങ്ങൾ കടലിലേക്ക് പോയാലേ മുതലപ്പുഴയിലെ ജനങ്ങൾക്ക് ജീവിക്കാനാവും. ആ ഉപജീവന മാർഗം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് നിലവിൽ മുതലപ്പുഴയിൽ പ്രതിഷേധ കടലിരമ്പാൻ കാരണം. പരിഹാര മാർഗങ്ങൾ പലതു കൊണ്ടുവന്നു സർക്കാർ. ഭൂരിഭാഗവും ലക്ഷ്യം കാണാതെ മടങ്ങി. ഒടുവിൽ കണ്ണൂരിൽ നിന്നെത്തിച്ചു ചന്ദ്രഗിരി ഡ്രഡ്ജർ. ദുരിതകാലം അവസാനിച്ചെന്ന മത്സ്യത്തൊഴിലാളികൾ ആശ്വസിച്ചു. അഴീക്കൽ തുറമുഖത്ത് ആഴം കൂട്ടാൻ 2015-ൽ 19 കോടി രൂപ മുടക്കി കൊണ്ടുവന്ന വിദേശ നിർമ്മിത ഡ്രഡ്ജറാണ് മുതലപ്പുഴയിലേക്ക് രക്ഷകനെ പോലെ എത്തിയത്. പക്ഷേ കഷ്ടതകൾക്കുമേൽ മണൽ കൂമ്പാരം വീണ്ടും അടിഞ്ഞുകൂടി. ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാനായില്ല. ചന്ദ്രഗിരി കൊണ്ടുവന്നതിന് ശേഷം അതിന് സാങ്കേതിക തകരാറുകളുണ്ടെന്ന് പറഞ്ഞു.
ഓക്കെ, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. കാര്യം 8 വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുക നടന്ന ടീച്ചറാണ്. ഇതിൻ്റെ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നതിന് പകരം ഇവർ മത്സ്യത്തൊഴിലാളികളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 ഡ്രഡ്ജറുകൾ പൂർണ്ണമായി പ്രവർത്തിപ്പിക്കണം. മണൽ നീക്കൽ ജോലികൾ 20 മണിക്കൂറായി ഉയർത്തണം. അഴിമുഖത്ത് വീണ് കിടക്കുന്ന ടെട്രാപോഡുകൾ നീക്കണം. ഇതൊക്കെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ. നടപ്പായാൽ മത്സ്യബന്ധന വള്ളങ്ങൾ കടലിലേക്ക് ഇറങ്ങും. കടലോളമുള്ള ദുരിതം ഇല്ലാതാകും. എല്ലാം നടപ്പാക്കാമെന്ന അധികൃതർ ഉറപ്പിലാണ് സമരം അവസാനിച്ചിരിക്കുന്നത്. ഡ്രഡ്ജിങ് നടക്കട്ടെ. നിങ്ങളുടെ 177 കോടി രൂപയുടെ പദ്ധതി ഞങ്ങളുടെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ ഞങ്ങളെ വീണ്ടും സമരമുഖത്തേക്ക് തള്ളിവിടാതെ നിങ്ങളുടെ പദ്ധതി ഒരു വഴിക്ക് നടക്കട്ടെ, ഞങ്ങളുടെ ഉപജീവന മാർഗം ഒരു വഴിക്ക് നടക്കട്ടെ. അതിനുള്ള സാധ്യത നിങ്ങളുടെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയും അപേക്ഷയുമാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ. ഈ സമരവും പ്രതിഷേധവും ഒക്കെയായി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. പക്ഷേ ഒന്നുറപ്പാണ്, അധികകാലം നീണ്ടുപോയാൽ ഈ പാവങ്ങളുടെ പട്ടിണിക്കാലമായിരിക്കും വരാനിരിക്കുന്നത്. മുതലപ്പുഴയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അശ്വിൻ പാലാടി, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനിയും ഇന്ന് പുറത്തു വന്ന ഒരു ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ മത്സരയോട്ടവും കയ്യാങ്കളിയും പതിവാവുകയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ട സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടാ വിളയാട്ടത്തിനാണ് സാക്ഷിയായത്. കഴിഞ്ഞ ദിവസങ്ങളിലും ബസ്സിനുള്ളിൽ സംഘർഷവും കത്തിക്കുത്തുമൊക്കെ ഉണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഇവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നത് വ്യക്തമാണ്. കിഴക്കേക്കോട്ടയിൽ സ്വകാര്യ ബസ് ജീവനക്കാരെ കൊണ്ടുള്ള പരാതി പുതിയ കാര്യമല്ല. അപകടവും ഭീഷണിയും തമ്മിൽ തല്ലുമെല്ലാം പതിവ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസത്തെ ചില തർക്കങ്ങളുടെ ദൃശ്യങ്ങളാണ്. കിഴക്കേക്കോട്ടയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള അടിപിടിക്ക് ഓരോ ദിവസവും ഓരോ കാരണങ്ങളാണ്. സമയക്രമം പാലിക്കാത്തതും ഓവർടേക്ക് ചെയ്തതും വ്യക്തിപരമായ തർക്കവും എല്ലാം ബസ്സിനുള്ളിലാണ് തീരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി നടന്ന 2 സംഘർഷങ്ങളുടെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിലൊന്ന് കത്തിക്കുത്ത്. ബസ്സിനകത്ത് സീറ്റിലിരുന്ന കണ്ടക്ടറെ മറ്റൊരു ബസ് ജീവനക്കാരൻ കത്തി ഉപയോഗിച്ച് കുത്തി. പലതവണ കുത്തിയ ശേഷം പിന്നെയും ആക്രോശിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരു മിനിറ്റ് സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് നിറയെ യാത്രക്കാരുള്ള ബസ്സിനകത്ത് അടിപിടിയിലെത്തിയത്. മറ്റൊരു ബസ്സിന്റെ കണ്ടക്ടർ ബസ്സിലെത്തി കണ്ടക്ടറെ മർദ്ദിക്കുകയായിരുന്നു. കിഴക്കേക്കോട്ടയിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ പരാതികൾ നിരവധിയാണ്. അമിതവേഗം മൂലം അപകടങ്ങളും നിത്യസംഭവം. കിഴക്കേക്കോട്ടയിൽ ബസ് നിർത്തരുത് എന്ന ഉത്തരവുണ്ടെങ്കിലും പാലിക്കാറുമില്ല. മാസങ്ങൾക്ക് മുൻപാണ് കിഴക്കേക്കോട്ടയിലെ മത്സരയോട്ടം ഒരു സാധു മനുഷ്യന്റെ ജീവൻ എടുത്തത്. അതിനു പിന്നാലെ 2 ദിവസം ഇവിടെ ഗതാഗത വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പിന്നെ എല്ലാം പഴയപടി തന്നെ. സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സ്വകാര്യ ബസ്സിൽ ജീവനക്കാർ തമ്മിൽ അടിയാണല്ലോ, നിർത്തിക്കൂടെ എന്നുള്ള ചോദ്യം ആവറേജ് വോയിസ് എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ട്. രവികുമാർ പറയുന്നുണ്ട്, ബസ്സുകളുടെ സമയം തന്നെയാണ് പ്രശ്നം. അതിന് കാരണം അധികൃതർ 1 മിനിറ്റ് വ്യത്യാസത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ പെർമിറ്റ് നൽകുന്നത്? അതാണല്ലോ ഈ സമയത്തെ ചൊല്ലിയുള്ള തർക്കമുണ്ടാക്കാൻ കാരണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇനി വൈറ്റില മൊബിലിറ്റി ഹബിലെ പാമ്പ് ശല്യത്തെക്കുറിച്ചാണ്. ദിവസേന 1000കണക്കിന് യാത്രക്കാരെത്തുന്ന ഹബിൽ പാമ്പ് ശല്യം രൂക്ഷമാണ്. ഹബ്ബ് പരിസരം കാട് പിടിച്ച് കിടക്കുന്നതാണ് പാമ്പ് ശല്യത്തിന് കാരണമെന്ന് ജീവനക്കാർ പറയുന്നു.
കഴിഞ്ഞ ദിവസം വൈറ്റില ഹബ്ബിലെ സ്ത്രീകളുടെ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയ മലമ്പാമ്പിന്റെ ദൃശ്യങ്ങളാണിത്. മലമ്പാമ്പ് മാത്രമല്ല, അണലിയും ചേരയും മൂർഖനും ഉടുമ്പുമെല്ലാമുണ്ട് ഹബ്ബിൽ. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന വൈറ്റില ഹബ്ബിൽ പാമ്പ് ശല്യം രൂക്ഷമായിട്ട് കാലങ്ങളായി. യാത്രക്കാർക്കിടയിലേക്ക് പാമ്പുകൾ എത്തുന്നത് നിത്യസംഭവമാണ്. ഇവിടെ പാമ്പിൻ്റെ ശല്യം ഉണ്ട്. അതായത് ഇപ്പോൾ ഞങ്ങൾ 10-13 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ലോട്ടറിയുടെ പരിപാടിയാണ് ഹബ്ബിൽ ഉണ്ട്. അത് ഇടയ്ക്ക് വന്നോളൂ. ഇപ്പോൾ മിനിഞ്ഞാന്ന് ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ബാത്റൂമിൻ്റെ ഇവിടം വരെ ഒരു മലമ്പാമ്പ് വന്നിരുന്നു, പെരുമ്പാമ്പ് വന്നിരുന്നു രാത്രി 1 മണി ടൈമിൽ. അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. പാമ്പിൻ്റെ ശല്യമുണ്ട്. ഈ രാത്രിയിൽ ശല്യം മാത്രമല്ല, വേറെ ഒരുപാട് ജീവി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ കാട് ഈ നിലയിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് വെട്ടിത്തെളിക്കാത്താണ് അതിൻ്റെ കാരണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം മെയിനായിട്ട്. ഹബ്ബും പരിസരവും കാട് പിടിച്ചു കിടക്കുന്നതാണ് ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാകാൻ കാരണം. ഈ പ്രദേശം വൃത്തിയാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നോക്കിയാൽ കാണാം, പാമ്പിനെ കാണാൻ പറ്റും, ഉടുമ്പുണ്ടല്ലോ അതിനെ കാണാൻ പറ്റും, എല്ലാം ഉണ്ട്. പണ്ട് കാട് കിടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പം പിന്നെ അതൊക്കെ കെട്ടി കാട് വെട്ടി തെളിക്കുന്ന ഒരു സാധനം ഇങ്ങോട്ട് കയറി വരികയാണ്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? പിന്നെ ഇന്നാള് ഇവിടുത്തെ സ്റ്റാഫിനെ തന്നെ കടിച്ചിട്ടുണ്ട്. പിന്നെ പാമ്പ് കടിച്ച്. പിന്നെ നമ്മുടെ ഇവിടെ ഈ മോട്ടോർ ബൈക്കിൻ്റെ റൂമുണ്ട് ഇവിടെ, അതിൻ്റെ അകത്തൊക്കെ സാധനം കയറിയിരിക്കും. മിക്കവാറും സ്റ്റാഫിനിട്ട് തന്നെ 1-2 പേർക്ക് ലേഡി സ്റ്റാഫിനിട്ട് സൂപ്പർ മാർക്കറ്റ് കടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് പുറകിൽ കാണുന്ന ഈ വൈറ്റില ഹബ്ബിലേക്ക് ദിനം പ്രതി ആയിരക്കണക്കിന് യാത്രക്കാരാണ് എത്തുന്നത്. ഈ യാത്രക്കാർ ഇപ്പോൾ പാമ്പ് ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഹബ്ബിന് പരിസരത്തെ കാട് വെട്ടിത്തെളിക്കാത്തതാണ് പാമ്പ് ശല്യം രൂക്ഷമാകാൻ കാരണമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ക്യാമറ പേഴ്സൺ സന്തോഷ് ചേകവർക്കൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ പോകുന്നത് കുതിരാനിലേക്കാണ്. പരിസ്ഥിതി ലോല മേഖലയായ കുതിരാനിൽ ദേശീയപാതയോട് ചേർന്ന് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ഇതോടെ മൂക്ക് പൊത്താതെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് വാഹന യാത്രികരും നാട്ടുകാരുമൊക്കെ. മഴ കൂടി ശക്തമാകാനിരിക്കെ പൊതുജലാശയങ്ങൾ ഉൾപ്പെടെ മലിനമാകുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. തൃശ്ശൂരിലേക്കുള്ള പ്രവേശന കവാടമാണ് കുതിരാൻ തുരങ്കം. പക്ഷേ തുരങ്കം കടന്ന് പുറത്തെത്തിയാൽ മൂക്ക് പൊത്താതെ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയില്ല. ഇരുട്ടുമറയാക്കിയാണ് ദേശീയപാതയോരത്ത് യഥേഷ്ടം ശുചിമുറി മാലിന്യങ്ങൾ തള്ളുന്നത്. വഴിയോര വിളക്കുകളില്ലാത്തതിനാൽ മാലിന്യവുമായി വാഹനങ്ങൾ പാതയോരത്ത് പാർക്ക് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടില്ല. മിനിറ്റുകൾക്കുള്ളിൽ വലിയ പൈപ്പുകളിലൂടെ മാലിന്യം റോഡിനരികിലേക്ക് ഒഴുക്കും. പിന്നാലെ വാഹനങ്ങളെടുത്ത് കടന്നുകളയുന്നതാണ് സംഘത്തിന്റെ രീതി. ആഴ്ചകളോളമായി കുതിരാന്റെ വിവിധ ഭാഗങ്ങളിൽ യഥേഷ്ടം ശുചിമുറി മാലിന്യങ്ങൾ ഒഴുക്കുന്നു. അധികൃതരോടടക്കം പരാതിപ്പെട്ടെങ്കിലും കാര്യമായ ഇടപെടലുണ്ടാകാതായതോടെ ജീവിതം തന്നെ ദുസ്സഹമായിരിക്കുന്നുവെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ലൈറ്റുകളില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് രാത്രിയുടെ മറവിൽ വന്ന് ഗുണ്ടകളാണ് ഇത് ചെയ്യണം. കാരണം ഞങ്ങളിതൊരു പ്രാവശ്യം വന്ന് തടഞ്ഞപ്പോൾ അവർ വടിവാളും അതുപോലെ തന്നെ മാരകായുധങ്ങളായിട്ട് ഇറങ്ങി വരികയാണ് ഉണ്ടായത്. മഴ ശക്തമായാൽ കുടിവെള്ള സ്രോതസ്സുകളിലേക്കടക്കം മാലിന്യം ഒഴുകിയെത്തും. കുതിരാനോട് ചേർന്ന പ്രദേശത്തെ വീടുകളിലടക്കം വെള്ളമെത്തുന്ന പ്രധാന കുടിവെള്ള സ്രോതസ്സുകളടക്കം മലിനമാകുമെന്നാണ് ഉയരുന്ന പരാതി. ഇതിൻ്റെ വലിയൊരു പ്രശ്നമെന്ന് ഈ ഭാഗത്തെ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഇതിൽ വരെ കുടിവെള്ളം ഉപയോഗിക്കുന്ന കുളങ്ങളിലേക്കും മറ്റുള്ള കിണറുകളിലേക്കും ഇതിൻ്റെ മാലിന്യം ഒഴുകി കുടിവെള്ളം തന്നെ മുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക്. മാലിന്യം തട്ടാനെത്തുന്നവർ കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായതിനാൽ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും തടുക്കാൻ ഭയമാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. പോലീസിനെയും നാഷണൽ ഹൈവേ അതോറിറ്റിയെയും അടക്കം വിവരങ്ങൾ ധരിപ്പിച്ചെങ്കിലും കാര്യമായ ഇടപെടലുണ്ടാകുന്നില്ല. ഈ ഹൈവേയുടെ സൈഡുകളിൽ ക്യാമറകളോ അതോടൊപ്പം തന്നെ അതിന് വേണ്ട ബോർഡുകളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. പഞ്ചായത്തും ഇതിലൊരു ശുഷ്കാന്തി കാണിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിരന്തരം പറയാറുണ്ട്. ഇതിന് നിരന്തരം ഞങ്ങൾ മെമ്പർമാരെന്ന നിലയ്ക്ക് ഞങ്ങളിതിന് നിരന്തരം ഇതിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട്
പറഞ്ഞിട്ടും ഇതുവരെ അധികാരികൾ ഒരു പരിഹാരം കാണുന്നില്ല. അത് ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന ബോർഡുകളുണ്ടെങ്കിലും ഇതുവരെയും പ്രദേശത്ത് ക്യാമറകളും സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളെ പിടികൂടാൻ കഴിയില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മാഫിയ സംഘങ്ങൾ യഥേഷ്ടം പാതയോരത്ത് ശുചിമുറി മാലിന്യങ്ങൾ ഒഴുക്കുന്നത്. മഴ കൂടി ശക്തിപ്പെടുകയാണ്. ശുചിമുറി മാലിന്യം തള്ളുന്നത് തുടർന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കായിരിക്കും ഒരു ജനതയെ തള്ളിവിടുക. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. ഇരുട്ടിന്റെ മറവിൽ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കുതിരാനോട് ചേർന്ന പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സടക്കം മലിനമാകുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രതികരണങ്ങളിലേക്കാണ്. എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവരെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും അത് യാതൊരു വിധമായിരിക്കുന്ന കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതിനൊരു ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ CCTV വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ഒരു ബോർഡുകൾ 3-4 സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ CCTV ഇല്ല. അങ്ങനെ CCTV സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനം നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ രൂക്ഷമാകാൻ കാരണം. നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിനും അതുപോലുള്ള മറ്റ് കാര്യങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളാണ്. കാരണം ഈ മാലിന്യ ഡംപിൻ്റെ ഏകദേശം ഒരു 50 മീറ്റർ താഴെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ കുതിരാൻ ടണലിൽ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ ക്യാമറയുടെ യാതൊരു ഇതും ഇപ്പോൾ ഈ വണ്ടികൾ വന്ന് തട്ടി ഇതൊക്കെ ലോഡ് തട്ടി പോകുന്നുണ്ടെങ്കിലും ക്യാമറയിലൊന്നും ഇതേവരെ പഞ്ചായത്ത് അധികാരികൾക്കോ ജില്ലാ അധികാരികൾക്കോ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ആളുകൾക്കോ ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ക്യാമറ വെച്ചിട്ടെന്ന് പറഞ്ഞ് ഒരു പ്രവർത്തനം പറയുകയല്ലാതെ ഇത് പ്രായോഗികമായിട്ടില്ല ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തോന്നുന്ന സംഭവം. CCTV സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് എബ്രഹാം തോമസ് പറയുന്നത്. അബ്ദുള്ള പറയുന്ന ഓരോ പഞ്ചായത്തും ശ്രദ്ധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഇനി പോകുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. ഇടുക്കിയിലെ ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് റോഡ് തകർന്നിട്ട് ഒരു പതിറ്റാണ്ടിലധികമായി. 2.5 വർഷം മുൻപ് പുനരുദ്ധാരണ പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിന് പിന്നിൽ പല കാരണങ്ങളാണ്. ചെളിക്കുളമായ വഴിയിലൂടെ നടുവൊടിഞ്ഞാണ് ആളുകളുടെ യാത്ര. പേരിനു മാത്രം ഒരു വഴി, അതായിരുന്നു ചേരിയാർ പള്ളിക്കുന്ന് നിവാസികളുടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായുള്ള അവസ്ഥ. 2.5 വർഷം മുമ്പ് ഈ റോഡിന്റെ പുനരുദ്ധാരണം തുടങ്ങി. ഒരു ശാപമോക്ഷം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. കുഴിയിൽ നിന്ന് കുളത്തിലേക്ക് ചാടിയ അവസ്ഥയിലാണിപ്പോഴെന്ന് നാട്ടുകാർ പറയുന്നു. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,25 ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ ഏറെ ആഹ്ലാദിച്ച നാട്ടുകാർ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. 2.5 വർഷം മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിച്ച റോഡാണിത്. ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും കരാറുകാരൻ കുത്തിപ്പൊളിച്ചിട്ടതോടെ പള്ളിക്കുന്ന് ചേരിയാർ നിവാസികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലുമായി. കാൽനട യാത്ര പോലും ദുഷ്കരമായ അവസ്ഥ. പൊടി തിന്നും ചെളിക്കുണ്ടിൽ വീണും ദുരിതയാത്രയാണ് ഇപ്പോഴെന്ന് നാട്ടുകാർ പറയുന്നു. ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് പല പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ പോയി PMGSY ഓഫീസിൽ പോയി നേരിട്ട് പരാതികൾ കൊടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. ഒരു ആശുപത്രിയിൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കുഴികളുള്ള റോഡിൽ എങ്ങനെ നമ്മളൊരാളെ കൊണ്ടുപോകാൻ പറ്റും? അങ്ങോട്ടും പോകാൻ സാധിക്കില്ല, ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല. 4 കിലോമീറ്റർ ദൂരമുള്ള റോഡിന് 5 വർഷത്തേക്ക് അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത കലുങ്ക് നിർമ്മിക്കാനാവില്ലെന്ന് ആരോപിച്ച് കരാറുകാരൻ ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ പള്ളിക്കുന്നിലെ ഉൾപ്പെടെ വൈദ്യുതി പോസ്റ്റുകളും ശുദ്ധജല വിതരണ പൈപ്പുകളും മാറ്റിയില്ലെന്ന കാരണം പറഞ്ഞ് വീണ്ടും നിർമ്മാണം പ്രതിസന്ധിയിലാക്കി. 1 വർഷമായിട്ട് പണി തുടങ്ങിയെങ്കിലും ഒരു വർക്കുകളും നേരെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതോ അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്മാർ പറയുന്നതോ ഒരു വർക്കുകളും ഈ കോൺട്രാക്ടർ നേരെ വഴി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. അതേപോലെ റോഡിൻ്റെ പണികൾ തുടങ്ങിയിട്ടാണെങ്കിലും വളരെ ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ഈ കോൺട്രാക്ടർക്ക്. എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ വഴക്കും ബഹളവുമായിട്ട് പോകുമല്ലാതെ ഒരു വർക്കുകളും നേരെ ചെയ്യുന്നില്ല. 2 മാസം മുമ്പ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും പുനരാരംഭിച്ചെങ്കിലും അതിനധിക ദിവസം ആയുസുണ്ടായില്ല. വേനൽ മഴ ശക്തമായതോടെ റോഡേതാ തോടേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ദിനം പ്രതി അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ ഈ റോഡിലുള്ളത്.
അടിയന്തരമായി അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയപ്പോൾ പ്രദേശവാസികൾ ആശ്വാസത്തിലായിരുന്നു. പക്ഷെ വീണ്ടും പഴയതുപോലെ തന്നെയായി. മഴക്കാലം കൂടി വരുന്നതോടെ യാത്രാ ദുരിതം ഇരട്ടിയാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. പണ്ടൊരു സിനിമ ഞങ്ങൾ കണ്ടതുപോലെ ഉണ്ട്. എന്നാ വെച്ചാൽ വെള്ളിമൂവിക്കകത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീലയോടെ കൂടി പ്രസിഡന്റ് കേന്ദ്രമന്ത്രി സർമാജിയെ പോയി കാണുകയും അന്നേരം തന്നെ വിളിച്ച് ഞങ്ങൾക്ക് ഈ റോഡ് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ട് ബിജുമോന്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി വന്ന് ഇവിടെ ബൈക്ക് വെച്ച് കെട്ടി ഉടനെ തന്നെ 6 മാസത്തിനുള്ളിൽ പണി തുടങ്ങുന്നു. 6 മാസം പോയിട്ട് ഇപ്പം 2 വർഷമായി. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെങ്കൊച്ചി ഇവിടെ വന്ന് ഈ റോഡിൽ വന്ന് ബൈക്കിൽ വന്ന് വീണ് അവരെ രാജാക്കാട് പോയി കൈ ഒടിഞ്ഞ് അതിന് കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയെല്ലാം മോശമായ വളരെ രീതികൾ പല ബുദ്ധിമുട്ടുകളും ഇതിനെ ഉണ്ടായിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കടയിലേക്ക് ഒരു സൈഡിൽ നിന്ന് വെള്ളം വന്നുള്ളൂ. ഇപ്പം 3 സൈഡിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് കട നിറയുകയാണ്. ഒരു മനുഷ്യർ കടയ്ക്കകത്ത് കയറി വരാത്ത രീതിയിലായി. വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ കടകളിലെല്ലാം പൊടിപടലങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാം പൊറുതിമുട്ടി. എല്ലാവരും മാസ്ക് വെച്ച് ദുരിതം അനുഭവിക്കുകയാണ്. ഇതിൽ ബീന പറയുന്നത് ഇതിനെ റോഡെന്ന് എങ്ങനെ പറയും? ശരിക്കും ദുരിത യാത്ര. അധികാരികൾ കണ്ട് എത്രയും വേഗം റോഡ് പണി പൂർത്തിയാക്കട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അടുത്തൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് ചെറുകുട്ടി റോഡിലെ സ്ഥാപനത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായിരിക്കുന്നു. പട്ടാമ്പി സ്വദേശി സൈഫുദ്ദീൻ ആണ് ടൗൺ പോലീസിന്റെ പിടിയിലായത്. ആർട്ട്കോ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 2,26,000 രൂപയാണ് മോഷ്ടിച്ചത്. സമീപത്തെ റെഡിമെയ്ഡ് കടയുടെ ഉടമയാണ് പ്രതി. രാഹുൽ സുരേഷ് ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് കോഴിക്കോട് ചെറുകുട്ടി റോഡിലെ ആർട്ട്കോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നും 2,26,000 രൂപ മോഷണം പോകുന്നത്. ഉടൻ തന്നെ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിന്റെ സമീപത്തുള്ള ഒരു CCTV ദൃശ്യങ്ങളാണ് ഈ കേസിൽ നിർണായകമായത്. അതിന്റെ ആ ദൃശ്യങ്ങൾ കൂടിയാണ്, അതായത് പണം മോഷ്ടിച്ച ശേഷം ആ പണവുമായി പ്രതി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളാണ് നിർണായകമായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടൗൺ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പട്ടാമ്പി സ്വദേശിയായിട്ടുള്ള സൈഫുദ്ദീൻ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാവുന്നത്. ഈ പ്രതി ഗസൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇതിനെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥാപന നടത്തിപ്പുകാരൻ കൂടിയാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് 3,75,000 രൂപ പോയി എന്നും ഈ പ്രതി കള്ള പരാതി നൽകിയിരുന്നു. ഈ പരാതി ഉൾപ്പെടെ പോലീസിന് സംശയം തോന്നിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഇന്നലെയാണ് പട്ടാമ്പിയിൽ നിന്നും ഈ പ്രതി പിടിയിലാവുന്നത്. എന്താണെങ്കിലും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ടൗൺ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഉന്മേഷ്, ശരി. രാഹുൽ സുരേഷാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ കൊല്ലത്തേക്കാണ്. കൊല്ലത്തെ കുമാരനാശാൻ സ്മാരക പുനർജനി പാർക്കും ഓപ്പൺ എയർ ഓഡിറ്റോറിയവും തുറക്കുന്നത് വൈകുന്നു. നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിൽ ആയതോടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും പ്രദേശം മാറിയെന്നാണ് പരാതി. പല പദ്ധതികളും തുടങ്ങുക വളരെ എളുപ്പമാണ്. പക്ഷേ തുടങ്ങിയ പദ്ധതി പൂർത്തിയാകാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? അത്തരമൊരു വാർത്തയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൊല്ലം ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെടുത്തുന്നത്. ഇനി ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കുമാരനാശാൻ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യൂ. ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ഫെൻസിംഗ്, ഇലക്ട്രിക് ജോലികളാണ് ഇനി പൂർത്തിയാകാനുള്ളത്. വർഷങ്ങളായി നഗരമധ്യത്തിൽ നിർമ്മാണം നടത്തിവരുന്ന പദ്ധതി എവിടെയും എത്താത്തതിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കുള്ളത്. എന്നുവെച്ചാൽ കൊല്ലം കോർപ്പറേഷൻ കോടികൾ ചെലവഴിച്ചിട്ട് ഇങ്ങനൊരു പാർക്ക് വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് ഏതോ വലിയ നല്ല സംഭവമായിട്ട് കൊണ്ടുവന്നതാണ്. വൈകുന്നേരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര അനാസ്ഥ. ഇവിടെ ലഹരി മാഫിയകളും മറ്റുള്ളവർ മദ്യപാനവും മറ്റുള്ളതാണ്. സ്ത്രീകൾക്കൊന്നും ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സന്ദർഭമായിരിക്കും. ഇവിടെ ഇത്രയും പബ്ലിക്കായിട്ട് മൃഗങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു അനാസ്ഥയല്ലേ. നിങ്ങൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രാത്രികാലങ്ങളിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റത്തില്ല. രാത്രികാലങ്ങളിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഗുണ്ടാ മാഫിയകളാണ്. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ കുതിപ്പേകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ടൂറിസം സർക്യൂട്ടും അതിനോടനുബന്ധിച്ചുള്ള പദ്ധതി. ഇതിലേറെ പ്രാധാന്യമെന്ന നിലയ്ക്കാണ് പുനർജനി പാർക്കിന്റെ ഭാഗത്തുനിന്ന് പുതിയ പദ്ധതി എത്തുന്നത്. നിലവിൽ ലിങ്ക് റോഡിന്റെ നിർമ്മാണവും അഷ്ടമുടിക്കായലിന്റെ ശുചീകരണവും എല്ലാമായി ഈ ഭാഗത്ത് ചെളിയും മണ്ണും മാലിന്യവുമായി കിടക്കുകയാണ്. ഇവയെല്ലാം നീക്കി ലിങ്ക് റോഡ് നവീകരണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇനി പാർക്കിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അഷ്ടമുടിക്കായലിന് അഭിമുഖമായി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മികച്ചൊരു വേദി എന്ന നിലയിലാണ് ആശാൻ സ്മാരക പുനർജനി പാർക്കും
ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ആസൂത്രണം ചെയ്തത്. പക്ഷേ ഇന്ന് അതിന്റെ നിർമ്മാണം ഒച്ചടിയുന്ന വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാനെന്ത് പറയാനാ, നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. എല്ലാം ഉണ്ട്, വരുന്നവരുണ്ട്, മേടിച്ച് അടിക്കുന്നവരുണ്ട്, ഷാപ്പ് ഫ്രണ്ടിൽ കിടക്കുകയല്ലേ, എളുപ്പ പണിയല്ലേ അവർക്ക്. ആശ്രാമത്ത് നിന്ന് ബോട്ട് ജെട്ടിയിലേക്കുള്ള വഴിയിൽ ലിങ്ക് റോഡിന് സമീപമാണ് 3 കോടി ചിലവഴിച്ച് പാർക്ക് നിർമ്മിക്കാൻ തുടങ്ങിയത്. കോവിഡിന് മുൻപ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇനിയും അത് പൂർത്തിയായിട്ടില്ല. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്തെക്കുറിച്ച് പോലീസിൽ പരാതി പറഞ്ഞിട്ടും ഫലമില്ലെന്ന് നാട്ടുകാർ വിലപിക്കുന്നു. ഇതുവഴി സ്ഥിരം പോകുന്നതാണ്, പക്ഷേ അവിടെ രാത്രി കാലങ്ങളിൽ ഈ മൃഗത്തിനെ കൊണ്ടുവന്ന് വെട്ടുക, പശുവിനെ, ആട്ടിനെ, ഇതിനെയൊക്കെ വെട്ടുകയാണ് അവിടെ. ഇതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്ക് ഇരിക്കാനാണ് ഉണ്ടാക്കിയത്, പക്ഷേ അവിടെ ചെന്ന് അടുത്തോട്ട് പോലും പോകാനൊക്കത്തില്ല, അത്രയ്ക്ക് വാടക അവിടെ. രാത്രി കാലങ്ങളിൽ തീർത്തും അവിടെ പല സംഭവം എന്നിട്ട് മദ്യപിച്ചിട്ട് പരസ്പരം കിടന്ന് വഴക്കൂടലും ഇടിയാണ്. സാധാരണക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നൊരു ഇതല്ലത്. കുമാരനാശാന്റെ പേരിൽ നിർമ്മിക്കുന്ന പാർക്കിൽ നിന്ന് നടക്കുന്നത് കന്നുകാലി കച്ചവടവും അറവും സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങളുമാണ്. എല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്നടിച്ച് നിൽപ്പാണ് പോലീസും കോർപ്പറേഷനും. ആരോട് പരാതി പറയും? മഹാകവി കുമാരനാശാന്റെ അവസാന ഓർമ്മകൾ നിറയുന്ന കൊല്ലം ബോട്ട് ജെട്ടിക്ക് സമീപമാണ് പാർക്ക് ഒരുക്കാൻ തീരുമാനമെടുത്തത്. പക്ഷേ വർഷം പലത് കഴിഞ്ഞിട്ടും പാർക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല. ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് ഈ പാർക്കും അതിന്റെ പരിസരവും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻമാരായ ശ്രീകാന്ത് PS-നും അരുൺ SR-നുമൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡിൽ അപകടയാത്ര. ട്രാവലറിന്റെ മുകളിലും സൈഡ് ഗ്ലാസിലും കയറിയിരുന്നായിരുന്നു സാഹസിക പ്രകടനം. നാട്ടുകാർ ഇടപെട്ട് വാഹനം നിർത്തി യുവാക്കളെ താഴെ ഇറക്കി. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള യാത്ര. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഉച്ചയ്ക്ക് ശേഷമാണ് യാതൊരു മര്യാദയും ഇല്ലാത്ത വിധത്തിൽ ഈ ട്രാവലറിന് മുകളിൽ കയറിയിരുന്നുള്ള യുവാക്കളുടെ സാഹസിക യാത്ര നടന്നിരിക്കുന്നത്. ഈ ചിന്നക്കനാലിൽ നിന്ന് സൂര്യനെല്ലിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ അപകടയാത്ര എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നാലെ പോയ വാഹനയാത്രികരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. മാത്രമല്ല, ഈ അപകടകരമായ രീതിയിൽ ഒന്നാമത്തെ ഡോറിന്റെ സൈഡ് ഗ്ലാസിൽ കയറിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ വാഹനത്തിന്റെ മുകളിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ കയറിയിരിക്കുന്നു. ലൈൻ കമ്പി, അതായത് ഈ കറണ്ട് കമ്പികൾ ഉൾപ്പെടെ താഴ്ന്നു നിൽക്കുന്ന പ്രദേശം കൂടിയാണ്. വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യത്തിൽ പോവുകയായിരുന്ന വാഹനം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു നിർത്തി ആ വാഹനത്തിന്റെ മുകളിലുണ്ടായിരുന്ന ആളുകളെ താഴെ ഇറക്കി വാഹനത്തിന്റെ അകത്ത് കയറ്റി യാത്ര തുടരാൻ അനുവദിച്ചു എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാർ വലിയ തരത്തിൽ മടുത്തിട്ടുണ്ട് ഈ മൂന്നാർ മേഖലയിലെ ഈ അപകടയാത്ര, ഗതാഗത നിയമലംഘനവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് നാട്ടുകാർ തന്നെ സ്വയം ഒരു ബോധവൽക്കരണം ഈ സാഹസിക യാത്ര അല്ലെങ്കിൽ നിയമം ലംഘിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഏത് വിധത്തിലാണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇത്തരം യാത്രകൾ ഒഴിവാക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള നടപടി അടിയന്തരമായി ഉണ്ടാവുകയും ചെയ്യണം. ഇടുക്കി മൂന്നാർ ചിന്നക്കനാലിലാണ് ഇത്തരത്തിലൊരു യാത്ര. നാട്ടുകാർ ഇടപെട്ട യുവാക്കളെ വാഹനത്തിന് മുകളിൽ നിന്ന് താഴെ ഇറക്കുകയായിരുന്നു. രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒരു യാത്രാ പ്രശ്നം കൂടി നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കോട്ടയം കാണക്കാരി റെയിൽവേ ക്രോസിൽ മേൽപ്പാലം നിർമ്മിക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. ഏറ്റുമാനൂർ ടൗണിലെ ബ്ലോക്ക് ഒഴിവാക്കി മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ വേഗത്തിലെത്താൻ മേൽപ്പാലം വന്നാൽ കഴിയും. മേൽപ്പാലം ഇല്ലാത്തതിനാൽ മണിക്കൂറുകളോളം ഈ വഴി കടന്നു പോകുന്നവർക്ക് കാത്തുകിടക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. തലയോലപ്പറമ്പ്, കടുത്തുരുത്തി തുടങ്ങിയ മേഖലകളിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി, MG യൂണിവേഴ്സിറ്റി, മാന്നാനം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണ് കാണക്കാരി അതിരമ്പുഴ റോഡ്. ഇതുവഴി പോയാൽ 5 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാമെന്ന് മാത്രമല്ല ഏറ്റുമാനൂർ ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുമാകും. എന്നാൽ ഈ പാതയിലുള്ള റെയിൽവേ ക്രോസ് ഇതിനെല്ലാം തടസ്സമാവുകയാണ്. ട്രെയിനുകൾ കടന്നു പോകാനായി കാണക്കാരി റെയിൽവേ ക്രോസ് അടച്ചിടുമ്പോൾ മണിക്കൂറുകളാണ് യാത്രക്കാർക്ക് നഷ്ടമാകുന്നത്. ആംബുലൻസുകളടക്കം കടന്നുപോകുന്ന വഴിയിൽ റെയിൽവേ ക്രോസിന്റെ കുരുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. MC റോഡ്, ഏറ്റുമാനൂർ വഴി പോകുന്ന വാഹനങ്ങളുടെ ഗതാഗത കുരുക്ക് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് കാലങ്ങളായിട്ട് ഇങ്ങനെ അത് ഫ്ലൈ ഓവർ വരുമെന്നും പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് കുറേ കാലമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല.
5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും കൊണ്ട് ആംബുലൻസ് ഗതാഗത കുരുക്കിൽപ്പെട്ട് ഗേറ്റ് ടൗണ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരണപ്പെട്ട ഒരു അവസ്ഥ എനിക്ക് കാണേണ്ടതായിട്ട് തോന്നി. ഒരു മനുഷ്യനെന്ന രീതിയിൽ എൻ്റെ മനസ്സ് തകർന്നു പോയൊരു സംഭവമാണത്. കാണക്കാർ മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യം, മെഡിക്കൽ കോളേജ് എത്രയും പെട്ടെന്ന് എത്താം. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അടിയന്തര ഇടപെടലുണ്ടെങ്കിൽ മേൽപ്പാലം സാധ്യമാകും. പലപ്പോഴായി ഈ ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. നിലവിൽ കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. എത്രയും വേഗം മേൽപ്പാലം സാധ്യമായാൽ ഇതിലൂടെ കടന്നുപോകുന്നവർക്ക് മാത്രമല്ല പ്രദേശവാസികൾക്കും അത് ഏറെ ഗുണം ചെയ്യും. ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. എന്നാൽ ഇതുപോലെയുള്ള തടസ്സങ്ങൾ കാരണം നഷ്ടമാകുന്ന ആ സമയത്തിന് വലിയ വില നൽകേണ്ടി വരുന്നത് അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാണക്കാരിയിലെ മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ആവശ്യമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ആ മേഖലയിലെ നാട്ടുകാർ ഒരുപാട് കാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ഈ മേൽപ്പാലത്തിൻ്റേത്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വളരെ അത്യാവശ്യമാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോകുമ്പോഴത്തേക്കും ഇവിടെ ഗേറ്റ് അടച്ച് ചിലപ്പോൾ 2 ട്രെയിൻ, ചിലപ്പോൾ 3 ട്രെയിൻ കാണും. ഇവിടുന്ന് അതിരപ്പുഴയ്ക്ക് നേരെ ചെന്ന് മെഡിക്കൽ കോളേജ് കട്ട് ചെയ്ത് പോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഏറ്റുമായിട്ട് കറങ്ങി വേണം പോകാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞങ്ങൾ ഇതിലെ പോണത്. മിക്ക സമയത്തും ഇതിങ്ങനെ അടച്ചിടും. നമുക്ക് മുമ്പ് ഒരു അരമണിക്കൂർ വരെയൊക്കെ 3 വണ്ടിയൊക്കെ പോകുന്നോളം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അരമണിക്കൂർ 20-25 മിനിറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ മണിക്കൂറുകളൊക്കെ കിടക്കേണ്ടി വരുന്നു. കാരണം ഇവിടെ ഒരു മേൽപ്പാലം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെ. കാരണം വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ട് എന്ത് സുഖമാണ്. കാരണം ടൗൺ ടച്ച് ചെയ്യാതെ തന്നെയാണെങ്കിൽ നമുക്ക് പോകാനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള ഇതാണ്. ഇപ്പോൾ തണ്ണീർമുക്കാണെങ്കിൽ ചേർത്തിനാണെങ്കിൽ പോകാനുള്ള എളുപ്പമുള്ള വഴിയാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾ ഇതുപോലെ കാത്ത് കിടക്കണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇതൊക്കെ നമുക്ക്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. മലപ്പുറം കാളികാവ് ദൗത്യത്തിനിടെ അവിടെ DFOയെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട് AP അനിൽകുമാർ MLA പ്രതികരണം വരുന്നു. കടുവ ആക്രമണത്തിന്റെ പേരിൽ DFOയെ സ്ഥലം മാറ്റാൻ താനും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് AP അനിൽകുമാർ MLA പറഞ്ഞത്. വനമന്ത്രി പറഞ്ഞ അവിടെ നിന്ന് ആവശ്യം ഉയർന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ DFOയെ സ്ഥലം മാറ്റിയെന്നായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ആവശ്യം താൻ ഉയർത്തിയിട്ടില്ല എന്നാണ് AP അനിൽകുമാർ MLA ഇപ്പോൾ പറയുന്നത്. PSLV C-61 വിക്ഷേപണത്തിനൊരുങ്ങിയ ISROയുടെ 101ാം ബഹിരാകാശ വിക്ഷേപണം US-09 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. വിക്ഷേപണം നാളെ രാവിലെ 5:59 സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണത്തറയിൽ നിന്നാണ്. പ്രജിൻ സി കണ്ണൻ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രജിൻ, എന്താണ് ഈ ദൗത്യം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രജിൻ? ഉന്മേഷ്, PSLV C-61 ആണ് വിക്ഷേപണത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. അതിൽ എന്താണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ISROയുടെ 101ാം ബഹിരാകാശ ദൗത്യം എന്ന് പറയാം. ഈ രീതിയിലുള്ള വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ISRO അല്ലെങ്കിൽ ഇന്ത്യ മറ്റൊരു നാഴികക്കല്ലിലേക്ക് അടുക്കാൻ പോവുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും, ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഹിരാകാശ കേന്ദ്രം, അത് ആ രീതിയിലുള്ള നിരവധി വിജയ ദൗത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കേന്ദ്രം കൂടിയാണ്. അവിടെ 101ാം വിക്ഷേപണത്തിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ PSLV C-61 മോഡൽ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ റോക്കറ്റ്. നാളെയാണ് ഇതിന്റെ ലോഞ്ച് ഉണ്ടാവുക. അത് 101ാം വിക്ഷേപണമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ്. അങ്ങനെ മറ്റൊരു രീതിയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിന് ISRO തയ്യാറെടുക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ മറ്റ് രാഷ്ട്രങ്ങളുടെയൊക്കെ ഈ ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ISRO അതിന് മുന്നേറ്റം കുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നാസ പോലുള്ള അല്ലെങ്കിൽ മറ്റ് വിവിധ രാജ്യങ്ങളുടെ ഈ ബഹിരാകാശ ഏജൻസികളോട് കിടപിടിക്കുന്ന രീതിയിൽ ISRO പുതിയ ടെക്നോളജികൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതോടൊപ്പം തന്നെ EOS-09 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്നാണ് ഇതിന് പറയുക. അതായത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. യഥാർത്ഥത്തിൽ ഈ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ദൗത്യമെങ്കിലും അതെന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നത്? ഈ 101ാം വിക്ഷേപണമായത് കൊണ്ട് തന്നെയാണ്. ഇനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 63ാം PSLV വിക്ഷേപണമാണ് നടക്കാൻ പോകുന്നത്. അതായത് PSLV സീരീസിലുള്ള റോക്കറ്റുകൾ ഇന്ത്യ കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ISRO അവതരിപ്പിച്ചതിന് ശേഷം അതിന്റെ 63ാം വിക്ഷേപണമാണ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ PSLV തന്നെ അതിൽ പല കോൺഫിഗറേഷൻസ് പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു.
നടത്തിയിരുന്നു. അങ്ങനെ 27ാം ഫ്ലൈറ്റാണ് നടക്കാൻ പോകുന്നത്. ഇത് PSLV XL എന്ന് പറയുന്ന സ്പെഷ്യൽ കോൺഫിഗറേഷൻ. അതായത് PSLV എന്ന് പറയുന്ന റോക്കറ്റ് കണ്ടുപിടിച്ച ശേഷം അതിൽ ചില അപ്ഗ്രഡേഷൻസ് ISRO നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ XL എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ഉപയോഗിച്ചുള്ള 27ാമത്തെ വിക്ഷേപണമാണ് നടക്കാൻ പോകുന്നത്. അത് മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള വിക്ഷേപണമാണ് നാളെ 5:51 പുലർച്ചെ ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണത്രയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ EOS 09 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ്. അത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അതായത് നമ്മുടെ ഈ സെൻസേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സെൻസിങ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് വിക്ഷേപിക്കാൻ പോകുന്നത്. ആ വിക്ഷേപണമാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, നാളെ നടക്കാൻ പോകുന്നത് 101ാം വിക്ഷേപണമായതുകൊണ്ട് തന്നെ അതിൽ ഒരു ഡെറീസ് ഫ്രീ, അതായത് മാലിന്യരഹിതമായ ഒരു ബഹിരാകാശ ദൗത്യമായിരിക്കും ഇത് എന്നാണ് ISRO പറയുന്നത്. എന്താണ് ഈ മാലിന്യരഹിത അല്ലെങ്കിൽ ഡെറീസ് ഫ്രീ ആയിട്ടുള്ള ഒരു വിക്ഷേപണം? അത് എങ്ങനെ സാധ്യമാകും? അതൊരു പുതിയ നാഴികക്കല്ല് കൂടിയാണ് ISROയുടെ ഭാഗത്തുനിന്നും. അത് ഓർബിറ്റ് ചേഞ്ച് ത്രസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടെക്നോളജി ഈ ഉപഗ്രഹത്തിലുണ്ട്. അതായത് ഓർബിറ്റ് ചേഞ്ച് ത്രസ്റ്റേഴ്സ് അതിൽ തന്നെയുണ്ട്. ഓർബിറ്റ് ചേഞ്ച് ത്രസ്റ്റേഴ്സ് അതായത് ഒരു ഉപഗ്രഹത്തെ ഒരു പ്രത്യേക ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ച് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് സാധാരണഗതിയിൽ ആ ഭ്രമണപഥത്തിൽ അതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിപ്പോൾ 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ ഒക്കെയാണ് അതിൻ്റെ കാലാവധിയെങ്കിൽ ആ കാലാവധിക്ക് ശേഷം അത് ഡീകമ്മീഷൻ ചെയ്യുകയും പിന്നീട് അതിൻ്റെ സേവനം ലഭ്യമാവില്ല. പക്ഷേ അത് ഈ ഭ്രമണപഥത്തിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അത്തരത്തിൽ വിവിധ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഈ ബഹിരാകാശത്തുണ്ടാക്കുന്ന മാലിന്യം ചില്ലറയല്ല എന്നതൊരു വലിയ തലവേദനയാണ്. അതായത് ഇത് പിന്നീട് ഉപയോഗിക്കുന്നില്ല ഒരു രാജ്യം, പക്ഷേ ആ ഉപഗ്രഹം അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അത് മാലിന്യമായി ഇങ്ങനെ ബഹിരാകാശത്ത് തുടരുന്നതാണ് ഒരു വലിയ തലവേദന. അപ്പോൾ അതിന് മറുപടിയായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിന് ഒരു ഉത്തരമാണ് ഈ ഓർബിറ്റ് ചേഞ്ച് ത്രസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി. ആ ഉപഗ്രഹത്തിൽ തന്നെ ഒരു അധിക റിസർവായി കൂടുതൽ ഫ്യൂവൽ, കൂടുതൽ ഇന്ധനം അത് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ 5 വർഷമാണ് ഈ EOS എന്ന് പറയുന്ന, അതായത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 09, ആക്ച്വലി ഈ EOS 4ന്റെ ഒരു അപ്ഗ്രഡേഷൻ ആണെന്ന് പറയാം. ഈ EOS 9 എന്ന് പറയുന്ന സാറ്റലൈറ്റ് അത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് ISRO വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു അധിക ഇന്ധനം കൊണ്ടുപോവുകയും ഈ 5 വർഷം കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് താഴേക്കിറക്കി അവിടെ തുടരാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് ഈ OCT, ഓർബിറ്റ് ചേഞ്ച് ചെയ്യുന്ന ത്രസ്റ്റേഴ്സ്. അത് ഈ സാറ്റലൈറ്റിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അത് ഉപയോഗിക്കുകയും ഈ ഭ്രമണപഥം താഴേക്ക് കൊണ്ടുവരികയും പിന്നീട് അവിടുന്ന് അത് ഓട്ടോമാറ്റിക്കലി അത് ഡീകമ്പോസ് ചെയ്ത് പോകുന്ന ഒരു പ്രക്രിയ, ഒരു ടെക്നോളജിയാണ് ISRO ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇതിൻ്റെ ഒരു ട്രാജക്ടറി എങ്ങനെയാണെന്ന് നോക്കാം. നാളെ നടക്കാൻ പോകുന്ന വിക്ഷേപണം ഇതായിരിക്കും എന്നാണ് ISRO പറയുന്നത്. അതിൻ്റെ ഒരു ഫ്ലൈറ്റ് സീക്വൻസ് ഇങ്ങനെയാണ് എന്നുകൂടി ISRO വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം PSLV C61 ഒരു റോക്കറ്റാണ്. ആ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭ്രമണപഥത്തിലേക്ക് ഈ സാറ്റലൈറ്റിനെ EOS 9 എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഒരു ഗ്രാഫിക്കലി ISRO നൽകിയിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലുള്ള ഈ കട്ട് ഓഫ് ഓഫ് PS4 എന്ന് പറയുന്ന ഇതിനു ശേഷം, അതായത് ഉപഗ്രഹത്തിൽ നിന്നും പൂർണ്ണമായും ഈ റോക്കറ്റിൽ നിന്നും പൂർണ്ണമായും ഉപഗ്രഹത്തെ വേർപെടുത്തുന്ന ആ സ്റ്റേജാണ് സാറ്റലൈറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 5:59 വിക്ഷേപണം നടക്കുക. അത് ഘട്ടം ഘട്ടമായി ഓരോ സീക്വൻസും കടന്ന് ഏറ്റവും ഒടുവിൽ ആ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന പ്രക്രിയ നടക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, മറ്റൊരു നാഴികക്കല്ലിലേക്ക് ഇന്ത്യ അല്ലെങ്കിൽ ISRO അടുക്കാൻ പോവുകയാണ്. 101ാം വിക്ഷേപണമാണ് നാളെ ശ്രീഹരിക്കോട്ടയിൽ നടക്കാൻ പോകുന്നത്. ഉന്മേഷ്. ശരി, പ്രജിൻ സി കണ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് ആയുധങ്ങളുമായി എത്തിയ സംഘം യുവാവിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാർ ആയിക്കോട്ടിൽ റഷീദന്റെ മകൻ അനൂസ് റോഷനെയാണ് തട്ടിക്കൊണ്ടുപോയത്. അനൂസ് വിദ്യാർത്ഥിയാണ്. മിഥില ബാലൻ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ഇതാരാണ് ഈ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ മിഥില? കൊടുവള്ളിയിൽ നിന്നാണ് ഈ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറ ആയിക്കോട്ടിൽ റഷീദന്റെ മകൻ അനൂസ് റോഷനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആയുധങ്ങളുമായിട്ടാണ് ഈ സംഘം അവിടെ എത്തിയത്. വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അനൂസ് റോഷൻ എന്ന വിദ്യാർത്ഥിയെയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, ഇത് ആരാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ? എന്തൊക്കെയാണ് മിഥില വിവരങ്ങൾ? ഉന്മേഷ്, വൈകിട്ട് 4 മണിക്കായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. വീട്ടിലെത്തിയാണ് ഒരു സംഘം
കാറിലും ബൈക്കിലുമായി എത്തിയ സംഘം ആയുധങ്ങളുമായി എത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ ആ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഉമ്മ ജമീല അല്ലേ, എന്താ സംഭവിച്ചത്? ഓല് വന്ന് രണ്ടാൾ ബൈക്കുമ്മേൽ വന്ന് ബെല്ലടിച്ച് വന്നപ്പോൾ ഞാൻ മുറ്റത്തായിരുന്നു. പിന്നെ അന്നപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാൻ വാതിൽ തുറന്ന് എന്നപ്പോൾ ഓല് പറഞ്ഞ് ഇങ്ങനെ ഈ പൈസ തരാനുള്ള ഒരാൾ ഞങ്ങൾ 2 പ്രാവശ്യം വീട്ടിൽ വന്നോനേനു. എന്നപ്പോൾ ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ എഗ്രിമെൻ്റ് എഴുതാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ എഗ്രിമെൻ്റ് എഴുതണം എന്നാൽ തിരുന്നെന്നുള്ള പറഞ്ഞ് അന്നപ്പോൾ ഇങ്ങനെ കൈക്ക് പിടിച്ച് അന്നപ്പോൾ ഒരു കാറും വന്ന് അതിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് മോന് ആത്തുണ്ടായിരുന്നു. അന്നപ്പോൾ ഓന് പുറത്തേക്ക് വന്ന് ഇങ്ങനെ പിടിച്ചപ്പോൾ ഓനെ പിടിച്ച് കൊണ്ടുപോയി ഉപ്പനെ ഒഴിവാക്കുകയും ചെയ്തു. ഈ സംഘത്തിനെ നിങ്ങൾക്ക് നേരത്തെ കണ്ട് പരിചയമുള്ള ആളുണ്ട്? ഒരാളെല്ലാം ഉണ്ട്. ഞങ്ങളെ വീട്ടിൽ 2 പ്രാവശ്യം അതിൻ്റെ മുമ്പ് വന്നിട്ട്. ഈ പണവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? എന്താണ് തട്ടിക്കൊണ്ടുപോകുന്ന കാരണം നിങ്ങൾ കരുതുന്നത്? എന്താണ് വിദേശത്തുള്ള മകനുമായിട്ടുള്ള എന്തെങ്കിലും? ഒരു എന്തോ പൈസൻ്റെ ഇതാണ്, ഓൽക്കെന്തോ കൊടുക്കാനായിട്ടുള്ള പൈസൻ്റെ ഇതിനാണ്. കൊടുക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ സാവകാശം വേണമെന്നേ പറഞ്ഞുള്ളൂ. പൈസ കൊടുക്കാൻ സാവകാശം വേണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? പരിചയമുള്ള ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ ആരെങ്കിലും ഇതിന് പിന്നിൽ ആരാന്ന് അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ? കച്ചേരി മൂന്ന് കൂട്ടർ കൊടുക്കാണ്ട്. ഒരാളിവിടെ കച്ചേരിമുക്കിലുള്ള ആളാണ്. ഈ കച്ചേരിമുക്കിലുള്ളവനാണ് അവനെ മൊബൈൽ ഷോപ്പിൽ വന്ന് ഞാൻ ഇതാക്കിയതും കബൽ കാണിച്ചു കൊടുത്തതൊക്കെ ഓവിലെന്നാക്കി. അല്ലാണ്ട് പോലെ അങ്ങനെ അരിക്കോട്ടുള്ളവരൊന്നും അറിയില്ലല്ലോ എന്നാ. ഉപദ്രവിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? എന്താ അന്നപ്പം പിടിച്ച് കയറ്റിയിട്ടേ ഉള്ളൂ. പിന്നെ പാട്ട് കൊണ്ടുപോയാരപ്പം എന്തോ ചെയ്തിക്കണമെന്നുള്ളത് നമുക്കറിയില്ല. എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളുടെ അടുത്ത്? ഞങ്ങളൊന്നും എടുത്തൊന്നും പറഞ്ഞില്ല. ഈ എഗ്രിമെൻ്റ് എഴുതണം മാത്രം ഇത് പറഞ്ഞപ്പോഴേക്കാണ് വലിയ പിടുത്തം കഴിഞ്ഞിരിക്കണം. എന്നപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ തടയാൻ പറ്റും? ഇല്ല, ഞങ്ങൾ 3 ആളല്ലേ. പിന്നെ ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ അടുത്ത വീട്ടിലുള്ള എല്ലാവരും വന്ന്. പിന്നെ ആണുങ്ങളൊന്നുമില്ല, അധികം പെണ്ണുങ്ങൾ തന്നെയാണ് അധികം ഉള്ളതിന്. എന്നതിന് ശേഷമാണ് എല്ലാവരും എത്തിയത്. അപ്പോൾ നിങ്ങൾ അയൽവാസികളുടെ ഒരു സംശയം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അത് എങ്ങനെയാണത്? നേരത്തെ വീട്ടിൽ വന്ന ആൾക്കാരാണോ, എങ്ങനെയാണോ? ഇല്ല, അയൽവാസികളല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു കച്ചേരിമുക്കിയുള്ളവർ വന്ന് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് നിന്ന് ഓല് വീട്ടിൽ നിൽക്കാൻ തക്കത്തോണം ഓള് പെണ്ണുങ്ങളൊക്കെ കൊണ്ടുവന്ന്. അന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ തലേ ദിവസം തന്നെ മാറിക്കാൻ. അന്നപ്പോൾ പിന്നെ ഞങ്ങളെ ബന്ധുക്കൾ 2 ആൾക്കാർ ഓല് വന്ന് ഞാൻ പിന്നെ ബന്ധപ്പെട്ടപ്പോൾ ഒന്നുപോലും പോണ രൂപം കാണായിട്ട് ഞങ്ങൾ വേറെ എങ്ങോട്ടും പോകാനുമില്ല, ഞങ്ങളെ വീട്ടിൽ നിൽക്കണ്ടേ. അന്നപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ 212 വിളിച്ച് വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിൽക്കലായിരുന്നു. ഉന്മേഷ, ഇതാണ് സംഭവിച്ചത്. വൈകിട്ട് 4 മണിക്കാണ് ആയുധങ്ങളുമായി എത്തിയ ബൈക്കിലും കാറിലും എത്തിയ സംഘം ഈ 21 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയത്. ഇതിലിപ്പോൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൊടുവള്ളി പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിദേശത്തുള്ള സഹോദരനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിനും പിന്നിലെന്നാണ് ഇപ്പോൾ ഈ മാതാവിൽ നിന്നും സംസാരിച്ചതിൽ നിന്നും പോലീസിൽ നിന്നും ലഭിച്ച പ്രാഥമിക വിവരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മലപ്പുറത്തെ കടുവാക്രമണത്തിന്റെ പേരിൽ DFI സ്ഥലം മാറ്റാൻ താനും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് AP അനിൽകുമാർ MLA പറയുന്നത്. വനമന്ത്രിയുടെ വാദം തള്ളുകയാണ് MLA. ആ പ്രതികരണത്തിലേക്ക്. ഒരു വലിയ ഓപ്പറേഷൻ നടക്കുന്നതിടയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന DFI സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ദൗത്യത്തിനെ ബാധിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. 2 മാസം മുമ്പ് ഞാൻ മന്ത്രിയോട് നേരിട്ടും നിയമസഭയിലും പറഞ്ഞതാണ്, വളരെ ഗൗരവതരമാണ് കാര്യം, കടുവ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് നടപടി ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി അതിനകത്ത് യാതൊരു നടപടിയും എടുത്തില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ 1-ാം പ്രതി യഥാർത്ഥത്തിൽ മന്ത്രിയാണ് എന്നുള്ള കാര്യം സംശയമില്ല. ആ മന്ത്രി സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിനു പകരം മറ്റ് താഴെയിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് ഒരിക്കലും മന്ത്രി ധരിക്കരുത്. വിപിൻ സി വിജയൻ ചേർന്നു. വിപിൻ, വിവരങ്ങൾ. ഉന്മേഷ്, ഈ കടുവാ ദൗത്യം, കാളികാവ് കടുവാ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതിന് ഏകോപന ചുമതലയുള്ള DFO ധനിക് ലാലിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ വനമന്ത്രി നേരത്തെ പറഞ്ഞത് MLAയും നാട്ടുകാരും ഉൾപ്പെടെ വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് ഈ നടപടി എന്നുള്ള രീതിക്കായിരുന്നു. എന്നാൽ താനോ നാട്ടുകാരോ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. വനംവകുപ്പിന് മുഴുവനായിട്ടുള്ള വീഴ്ചയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ AP അനിൽകുമാർ MLA വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ വനംമന്ത്രിയുടെ വാദങ്ങളെ ഈ ഘട്ടത്തിൽ തള്ളുകയുമാണ്. അത്തരത്തിൽ ഇപ്പോൾ ഒരു സ്ഥലം മാറ്റം ഉണ്ടായാൽ അത് ഈ ദൗത്യത്തെ തന്നെ ബാധിക്കും എന്നുള്ളത് കൂടിയാണ് MLA പറയുന്നത്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ചേരുന്ന
സ്നേഹത്തിൽ സ്പർശ